ഒരു ലേഡിയാണ്. അവർക്കും ഒബേസിറ്റി ഉണ്ട്. അത് കൂടാതെ അവരുടെ മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ബൈപോളാർ ഡിസീസാണ്, സൈക്കാട്രിക് പ്രോബ്ലം ആണ്. 5 തരം മരുന്നുകൾ ഡെയിലി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 2017 മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ അവരുടെ അത് കൂടാതെ അവർക്ക് PCOD ഉണ്ട്, ഇറഗുലർ പീരിയഡ്സും ഉണ്ട്. ഒപ്പം തന്നെ ഫാറ്റി ലിവർ ഉണ്ട്, ഗ്രേഡ് 2 ഫാറ്റി ലിവർ ഉണ്ട്. വെരി ലോ എനർജി ലെവലാണ്, ടയർഡ്നെസ് ഉണ്ട്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ, അതൊന്നും ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല, എപ്പോഴും കിടന്ന് ഉറങ്ങണം. ഈ ഒരു അവസ്ഥയിലാണ് വരുന്നത്. 31 ഇയേഴ്സ് ആണെങ്കിലും മാരേജും കഴിഞ്ഞിട്ടില്ല. ബിക്കോസ് ഈ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം മാരേജും അവർക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാതെ, പേരൻസിനും കോൺഫിഡൻസ് ഇല്ലാതെ കൊണ്ട് ഇരിക്കുകയാണ്. അപ്പം ഈ മരുന്നുകളെല്ലാം വെരി ഹൈ ഡോസിൽ തന്നെ, ഞാൻ എല്ലാ മരുന്നിൻ്റെയും പേര് പറയാൻ പോകുന്നില്ല, സമയം എടുക്കുന്നുണ്ട്. അപ്പം ബേസിക്കലി നമ്മൾ ഇവരുടെ ആ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ പലതരം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ട്. അതുപോലെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് HSCRP ഒക്കെ വെരി ഹൈ ആണ്, 40 ഒക്കെ ഉണ്ട്. CRP 40, 42 ഒക്കെയാണ്. ESR അപ്പം പലപ്പോഴും അങ്ങനെയാണ്. ഈ ഓവർ വെയ്റ്റും ഈ മൾട്ടിപ്പിൾ പ്രോബ്ലംസും വരുന്നവർക്ക് പലപ്പോഴും ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് ഒത്തിരി ഹൈ ആയിരിക്കും. അപ്പോൾ ഇവർക്കും നമ്മുടെ ഈ കാർഡിയാക് മാർക്കേഴ്സ് HSCRP കൂടുതലുള്ളതുകൊണ്ട് ഹാർട്ട് അറ്റാക്കിനൊക്കെയുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. നെക്സ്റ്റ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യാൻ തുടങ്ങിയിട്ട് എന്ത് ബെനിഫിറ്റ് ആണ് വന്നെന്നുള്ളത്. ആക്ച്വലി ഒരു 1 വീക്ക് ആയപ്പോൾ തന്നെ അവരുടെ ആ ലേസിനെസ്സിനും ടയർഡ്നെസ്സിനും ഒക്കെ ഒരു 20% കുറവെന്നാണ് അവർ പറയുന്നത്. ഒരു 60 ഡേയ്സ് ആയപ്പോഴേക്കും 70% അവരുടെ എല്ലാ ഡിസ്കംഫർട്ടുകളും കുറഞ്ഞു. ഡേ 90 ആയപ്പോഴേക്കും അവർ പറയുന്നത് ഓൾമോസ്റ്റ് അവർ എവറിത്തിങ് ക്ലിയർ ആണെന്നുള്ളതാണ്. അപ്പോഴേക്കും മരുന്നുകളുടെ ആണെങ്കിലും ഡോസൊക്കെ ഒത്തിരി കുറയ്ക്കാൻ പറ്റി. പിന്നെ ഫാറ്റി ലിവറിന്റെ കാര്യത്തിലാണെങ്കിലും അവർ 180 ഡേയ്സ് ആയപ്പോഴാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോഴേക്കും 180 ഡേയ്സ് ആയപ്പോഴേക്കും ഫാറ്റി ലിവർ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബൈപോളാർ ഡിസീസിന് 5 മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് എൻഡ് വന്നപ്പോഴേക്കും ഒരു മരുന്നും ഇല്ലാതെ തന്നെ മെന്റലി സ്റ്റേബിൾ ആയെന്നുള്ളതാണ്. മെന്റലി സ്റ്റേബിൾ ആണ്, അവർ ജോലിക്ക് പോകാതിരുന്നതാണ്, അവർ ജോലി കിട്ടി. അതുപോലെ ഒരു 3 മന്ത്സ് ആയപ്പോഴേക്കും അവരൊരു പുതിയ ജോബൊക്കെ കണ്ടുപിടിച്ച് തന്നെ പോയി തുടങ്ങി. 6 മന്ത്സിൽ ഫോളോ അപ്പിന് വരുമ്പോഴേക്കും അവരുടെ മാരേജും ഫിക്സ്ഡ് ആയി. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.